റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. പകരച്ചുങ്കം ചുമത്തിയ യുഎസിന് അതേ തട്ടിൽ തിരിച്ചടിച്ച ചൈനയും യുഎസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 34% തീരുവ ചുമത്തുകയാണ് ചൈന ചെയ്തത്. ചൈനയ്ക്ക് 34% തീരുവയാണ് യുഎസ് പകരച്ചുങ്കം ചുമത്തിയത്. നേരത്തെ കാനഡയും യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് 25% പകരച്ചുങ്കം ചുമത്തിയിരുന്നു. നിലവിലുള്ള തീരുവയ്ക്ക് പുറമെയായിരിക്കും 34% പുതിയ തീരുവ ഏർപ്പെടുത്തുകയെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. യുഎസ് തീരുമാനത്തിനെതിരെ ലോക വ്യാപാര സംഘടനയെ സമീപിക്കുമെന്നും ചൈന നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം യൂറോപ്പിന് മുകളിൽ യുഎസ് ഏർപ്പെടുത്താനിരിക്കുന്ന താരിഫുകൾ സംബന്ധിച്ച് വ്യക്തത വരുന്നതുവരെ യുഎസിൽ നിക്ഷേപം നടത്തുന്നത് നിർത്തിവെക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോ ആവശ്യപ്പെട്ടിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചരിത്രപരമായ തീരുവ പ്രഖ്യാപനത്തിൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയേറ്റിരിക്കുകയാണ്. തീരുവ പ്രഖ്യാപനം അമേരിക്കയുടെ ആഗോള വിപണികളെ സാരമായി ബാധിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2020 ശേഷം ഏറ്റവും വലിയ നഷ്ടമാണ് യുഎസ് വിപണി നേരിട്ടത്. നൈക്കി, ആപ്പിൾ, ആമസോൺ തുടങ്ങിയ വമ്പൻ ബ്രാൻഡുകളുടെ ഓഹരി വിലകൾ ഇടിഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുഎസ് ഡോളർ 2.2% വരെ ഇടിഞ്ഞതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ട്രംപിന്റെ താരിഫ് യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു പ്രഹരമാണെന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെyen വിശേഷിപ്പിച്ചു. ഇന്ത്യ അമേരിക്ക താരിഫ് നയം നന്നായി പ്രവർത്തിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഡൽഹിയും വാഷിംഗ്ടൺ ഡിസിയും തമ്മിലുള്ള താരിഫ് നന്നായി പ്രവർത്തിക്കും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തണമെന്നാണ് തന്റെ ഭരണകൂടം സമ്മർദ്ദം ചെലുത്തുന്നതെങ്കിലും അനുകൂല ഫലം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ന്യൂജേഴ്സിയിൽ വെച്ച് നടന്ന ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം. ഇന്ത്യൻ പ്രസിഡന്റ് എന്റെ നരേന്ദ്രമോദി മികച്ച പ്രധാനമന്ത്രിയാണെന്നും മികച്ച സുഹൃത്താണെന്നും ട്രംപ് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യക്ക് മികച്ച പ്രധാനമന്ത്രിയുണ്ട്. തങ്ങൾ വളരെ നല്ല രീതിയിൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇന്ത്യ അമേരിക്ക ബന്ധം നല്ല രീതിയിൽ മുന്നോട്ടു പോകുമെന്നാണ് കരുതുന്നത് ട്രംപ് കൂട്ടിച്ചേർത്തു. ഗാസയുടെ 2/3 ഭാഗവും പിടിച്ചെടുത്ത ഇസ്രായേൽ വലിയ പ്രദേശങ്ങളിൽ നിരോധിത മേഖലയെ പ്രഖ്യാപിക്കുകയും നിർബന്ധിത ഒഴിപ്പിക്കലിന് ഉത്തരവിടുകയും ചെയ്തതോടെ പാലസ്തീനികൾക്ക് ഗാസയിൽ 2/3 ഭാഗങ്ങളിലേക്കും പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു. യുഎൻ ഓഫീസർ ഫോർ ദി കോർഡിനേഷൻ ഓഫ് ദി ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് ആണ് ഗാസയുടെ 2/3 ഭാഗവും ഇസ്രായേൽ നിയന്ത്രണത്തിലെന്ന് വ്യക്തമാക്കിയത്. ഇസ്രായേൽ നിരോധിത മേഖലയാക്കി മാറ്റിയ പ്രദേശങ്ങളിൽ തെക്കൻ റാഫയുടെ വലിയ ഭാഗവും ഉൾപ്പെടുന്നു. കഴിഞ്ഞ മാസം 31 തെക്കൻ റാഫയിൽ നിന്ന് ഒഴിയണമെന്ന ഉത്തരവ് ഇസ്രായേൽ പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ ഗാസ സിറ്റിയിലെ ഭാഗങ്ങൾക്കും ഗാസക്കാർക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാൻ ആക്രമണം ശക്തമാക്കുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് സൈന്യം നടപടികൾ കടുപ്പിച്ചത്. നാട്ടിലെ വിശേഷങ്ങൾ. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികരെ ആക്രമിച്ച സംഭവത്തിൽ കേസെടുത്തു. ആക്രമണം അഴിച്ചുവിട്ടവരെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കത്തോലിക്ക വിശ്വാസികൾ ജബൽപൂരിലെ വിവിധ കത്തോലിക്ക പള്ളികളിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിനിടെയാണ് തീവ്ര ഹിന്ദുത്വവാദികൾ ആക്രമണം നടത്തിയത്. ജബൽപൂർ വികാരി ജനറൽ ഫാദർ ഡേവിഡ്, രൂപത പ്രൊക്യൂറേറ്റർ ഫാദർ ജോർജ് ടി എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന പുരോഹിതന്മാരെയാണ് VHP പ്രവർത്തകർ ആക്രമിച്ചത്. ഇതോടെ ഓംദി പോലീസ് വിഷയത്തിൽ ഇടപെട്ടു. വൈദികർ അടങ്ങുന്ന സംഘത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വൈകാതെ തന്നെ ഇവരെ വിട്ടയക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ വൈദികർ മറ്റൊരു പള്ളിയിൽ തീർത്ഥാടനം നടത്തുകയും വീണ്ടും ആക്രമണങ്ങൾ തടയുകയും ചെയ്തു. വൈദികരെ ആക്രമണം തടഞ്ഞു നിർത്തി റാഞ്ചി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും പോലീസിന്റെ സാന്നിധ്യത്തിൽ ആക്രമിക്കുകയും ചെയ്തു. മണിക്കൂറുകൾ പോലീസ് സ്റ്റേഷനിൽ തുറന്ന ശേഷമാണ് വൈദികരും തീർത്ഥാടകരും മാണ്ടയിലേക്ക് പോയത്. അതേസമയം വൈദികർക്കെതിരായ ആക്രമണം ഉയർത്തിക്കാട്ടി ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധം നടത്തിയിരുന്നു. കത്തോലിക്ക വിശ്വാസികൾ ജബൽപൂരിലെ വിവിധ കത്തോലിക്ക പള്ളികളിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിനിടെയാണ് തീവ്ര ഹിന്ദുത്വവാദികൾ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട്. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിലും രാജ്യസഭയിലും പാസായി. 14 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ബിൽ രാജ്യസഭയും പാസാക്കുകയായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളി. വോട്ടെടുപ്പിൽ രാജ്യസഭയിൽ 128 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 95 പേർ എതിർത്തു. ലോക്സഭയിൽ എന്നതുപോലെ ചർച്ചയിൽ ബില്ലിനെതിരെ കനത്ത പ്രതിഷേധമാണ് രാജ്യസഭയിലും ഉയർന്നത്. ഭരണ പ്രതിപക്ഷ വാക്പോരിനും സഭ സാക്ഷിയായി. ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ എടുത്തുമാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് ചർച്ചയിൽ പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി. വഖഫ് ബില്ലിലൂടെ സംഘർഷത്തിന്റെ വിത്ത് പാകാനാണ് BJP ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെ പറഞ്ഞു. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ വഖഫ് സ്വത്തുക്കളുടെ നിയന്ത്രിക്കുന്ന 1995 നിയമം ഇതോടെ ഇല്ലാതാകും. RSS ക്രിസ്ത്യൻ വിഭാഗത്തെ ലക്ഷ്യമിടുന്നുവെന്ന് രാഹുൽ ഗാന്ധി. വഖഫ് ബില്ലിലൂടെ മുസ്ലിങ്ങൾ ഉന്നമിട്ടവർ മറ്റു മതങ്ങളിൽപ്പെട്ടവരെയും സമാനമായ രീതിയിൽ ഭാവിയിൽ ലക്ഷ്യമിടുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വഖഫിന് പിന്നാലെ RSSന്റെ ശ്രദ്ധ കത്തോലിക്ക സഭ ഭൂമിയിലേക്ക് തിരിയുന്നുവെന്ന ദി ടെലഗ്രാഫ് ലേഖനം പങ്കുവച്ചുകൊണ്ട് എക്സിലാണ് രാഹുൽ ഗാന്ധി RSSനെ വിമർശിച്ച് എഴുതിയത്. ഇന്ത്യയിൽ ആർക്കാണ് കൂടുതൽ ഭൂമിയുള്ളത്, കത്തോലിക്ക സഭ വേഴ്സസ് വഖഫ് ബോർഡ് സംവാദം എന്ന തലക്കെട്ടിൽ RSS മുഖപത്രമായ ഓർഗനൈസറിന്റെ വെബ് പോർട്ടൽ എന്ന ലേഖനത്തെക്കുറിച്ചുള്ളതാണ് ടെലഗ്രാഫ് ലേഖനം. വഖഫ് നിയമ ഭേദഗതി വിജയകരമായി പൂർത്തിയാക്കിയ നരേന്ദ്രമോദി സർക്കാരിന്റെ ശ്രദ്ധ കത്തോലിക്ക സഭയുടെ ഭൂമിയിലേക്ക് തിരിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ലേഖനം. എന്നാൽ ഈ ലേഖനം ഓർഗനൈസർ വെബ്സൈറ്റിൽ നിന്ന് ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. CPM-നെ ഇനി MA ബേബി നയിക്കും. മധുരയിൽ വെച്ച് നടന്ന 24ാമത് CPM പാർട്ടി കോൺഗ്രസ് MA ബേബിയെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. EMSന് ശേഷം കേരളത്തിൽ നിന്നും ആദ്യമായാണ് ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടാകുന്നത്. കേരളത്തിൽ നിന്ന് പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയിരുന്നെങ്കിലും അദ്ദേഹം പാർട്ടി സെന്ററിൽ നിന്നാണ് ജനറൽ സെക്രട്ടറി ആയത്. SFIയുടെ രാഷ്ട്രീയ രംഗത്തേക്ക് കയറുന്നു വന്ന നേതാവാണ് MA ബേബി. 1979 SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 84 CPM കേരള സംസ്ഥാന കമ്മിറ്റി അംഗമായി.
1986 അദ്ദേഹം രാജ്യസഭാംഗമാകുമ്പോൾ രാജ്യസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങളിൽ ഒരാളായിരുന്നു എം.എ. ബേബി. 2006 കേരള സംസ്ഥാന നിയമസഭാംഗമായ എം.എ. ബേബി ആ വർഷം തന്നെ സംസ്ഥാന വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റിട്ടുണ്ട്. 2012 CPM പോളിറ്റ് ബ്യൂറോയിലെത്തിയ എം.എ. ബേബി അടിയന്തരാവസ്ഥക്കാലത്ത് ക്രൂരമായ പോലീസ് മർദ്ദനവും ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. കായിക വിശേഷങ്ങൾ. പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയുടെ ഹൃദയത്തിന് അസാധാരണമായ വലുപ്പമുണ്ടായിരുന്നതായി സാക്ഷ്യപ്പെടുത്തി ഫോറൻസിക് വിദഗ്ധൻ. മറഡോണയുടെ മരണത്തിൽ ഡോക്ടർമാരടക്കമുള്ള 7-അംഗ മെഡിക്കൽ സംഘത്തിന് വീഴ്ചയുണ്ടായെന്ന കേസിലെ വിചാരണയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് വിദഗ്ധൻ കോടതിയിൽ ഇക്കാര്യം അറിയിച്ചത്. അദ്ദേഹത്തിന് സിറോസിസ് ബാധിച്ചിരുന്നുവെന്നും എന്നാൽ മരണസമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ അംശം കണ്ടെത്തിയിട്ടില്ലായിരുന്നെന്നും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് വിദഗ്ധൻ അറിയിച്ചു. ഏകദേശം 503 ഗ്രാം ഭാരമായിരുന്നു പോസ്റ്റ്മോർട്ടം സമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിനുണ്ടായിരുന്നത്. ഒരു ഹൃദയത്തിന്റെ ഭാരം 280 ഗ്രാം മുതൽ 300 ഗ്രാം വരെയാണ്. 8 പേരടങ്ങിയ മറഡോണയുടെ മെഡിക്കൽ സംഘമാണ് അർജന്റീന തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലെ കോടതിയിൽ വിചാരണ നേരിടുന്നത്. 25 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്.